ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? മാങ്ങാത്തോൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പച്ച മാങ്ങ ഞങ്ങൾ പറിച്ചതാണ്. വെള്ളം തിളക്കാൻ വെച്ച് വെള്ളം തിളച്ചു. അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കുക. മാങ്ങ കളറൊക്കെ ഇങ്ങനെ തിളച്ച് കളറിങ്ങനെ മാറി വരുമ്പോൾ ഇതൊന്ന് ഊറ്റിയെടുക്കുക. ഈ നിറാകുമ്പം ഊറ്റിയെടുക്കുക. എന്നിട്ട് പിന്നെ വീണ്ടും ആ വെള്ളത്തിൽ തന്നെ ബാക്കിയുള്ളതും കൂടി അതേപോലെ ഇട്ട് ഇങ്ങനെ വാട്ടിയെടുക്കുക. ഉണ്ടാക്കി വെച്ചാൽ മാങ്ങയില്ലാത്ത കാലത്ത് നമുക്ക് എടുത്തുണ്ടാക്കാം. മാങ്ങൻ്റെ കൂട്ടാനും മാങ്ങ കറിയിലും കട മുമ്പൊക്കെ ഒരു ചാക്ക് കണക്കിനുണ്ടാക്കിയൊക്കെയുണ്ടായി. ഇപ്പം മാങ്ങാത്തോലൊന്നും ഉണ്ടാക്കല കറിയിലുണ്ടാവില്ല. ഞാൻ മുമ്പ് ഇതെമ്പാടും കഴിച്ച് ശീലമുണ്ട്. എൻ്റെ പഴുത്ത മാങ്ങ കൊണ്ട് ഉണ്ടാക്കലുണ്ട്. പഴുത്ത മാങ്ങ കൊണ്ട് ഉണ്ടാക്കി വെച്ചാലോ ഉണക്കി വെച്ചാൽ അത് നല്ല രസമാണ്. വെള്ളത്തിലിട്ട് പുതർത്തിയാണ് ഇങ്ങനെ തിന്നുമ്പോൾ നല്ല മധുരം ഉണ്ടാവും. നിങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഇഷ്ടം പോലെ മഴക്കാലത്തൊക്കെ ഇഷ്ടം പോലെ മാങ്ങാത്തോൽ കഴിക്കാറ്. ഇതൊക്കെ തിന്നേനെ ഒരു കാലത്ത് പള്ളേലെ പൈപ്പ് മാറ്റിയത്. മഴയത്ത് പുറത്തിറങ്ങാൻ വയ്യാതെ കുത്തിറക്കുന്ന സമയത്തൊക്കെ മാങ്ങാത്തോലും തിന്ന് കുത്തിറക്കലേക്കാറ്. വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോഴത്തേനത് മാങ്ങാക്കാലത്ത് ഉണക്കി തങ്ങിറക്കും. ചൂടുകൊണ്ട് ചെത്താൻ കഴിയട്ടെ. ചൂടറിയെങ്കിൽ ചുഗൽ ചെത്താൻ കഴിയുള്ളൂ. നല്ല ചൂടാ, പിടിച്ചാൽ കഴിയണില്ല. ചെറുതാക്കിയിട്ടാൽ വേഗം ഉണങ്ങി കിട്ടും. വേറെടുക്കാതെ ഇങ്ങനെ വെച്ചാൽ ഓരോന്നെടുത്ത് ഇങ്ങനെ ചിക്കാൻ നല്ല എളുപ്പമാണ്. മാങ്ങ തോനുണ്ടായിട്ടൊന്നുമല്ല, എന്നാലും പണ്ട് തിന്നിനെ ആ പൂതിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി നോക്കുക. കുറച്ച് മാങ്ങാത്തോലൊന്ന് കേട്ടപ്പം എൻ്റെ ആവേശമായി ഇത് കൊണ്ടുപോയി ചിക്കിക്കത്. നിങ്ങളൊക്കെ ആദ്യമായിട്ട് കാണല്ലേ ഇതൊക്കെ. രണ്ട് ദിവസം കൊണ്ടാണ് ഉണങ്ങിയിട്ട് ഇങ്ങനെ ചിക്കിയാൽ. അങ്ങനെ ഒരാഴ്ച ഉണക്കിക്കണം കേട്ടോ. നല്ലോണം കടകടാറിന മാതിരി ഉണങ്ങണം. നല്ലോണം ഉണങ്ങിയെങ്കിൽ കേടരാതൊക്കെ ഉള്ളു. പിന്നെ ഇടയ്ക്കൊക്കെ ഇതിപ്പോൾ തോനൊന്നുമില്ലല്ലോ. തോനൊക്കെ ഉണ്ടാക്കണ പോലെ ഇടയ്ക്കൊക്കെ വെയിലുണ്ടാകുമ്പോൾ ഒന്നെടുത്ത് വെയിലിട്ടിടണം. ഇത് പണ്ട് തിന്നിനെ പൂതിക്ക് ഉണ്ടാക്കാനാണ്. ഇനി കുറച്ച് ഞാൻ ഇങ്ങനെ കേക്കിയാണ് നല്ലോണം കുറച്ച് ഉപ്പിലും ഇട്ടേക്കട്ടെ. മാങ്ങ ഒന്നും കിട്ടൂലല്ലോ. ഇതിപ്പോൾ കഴിച്ചു 4 ദിവസം കൊണ്ട് എത്ര ഉണ്ട്. കുറച്ച് ചൊറുക്കയിലിട്ടേക്കട്ടെ. ഉപ്പും മുളകും ഒക്കെ ഇട്ട് മാങ്ങ ഇങ്ങനെ ചെത്തിക്കാണ്ട് ചൊറുക്കിയും ഉപ്പും അത് കുറച്ച് വെള്ളം ഒഴിച്ച് ചേർത്തും പറ്റില്ല. പിന്നെ നമ്മൾ മാങ്ങ കുറച്ചും കൂടി രണ്ടാമത്തെ അത് ഉപ്പിലിടാണ്. ഇതെടുത്ത് ഇത് വേറെ ഇത് വാട്ടാൻ. സഹായിക്കാനൊക്കെ പൊള്ളിച്ചല്ലേ, കൈ പൊള്ളിക്കല്ലേ. നോക്കിയാ
ഞാൻ പിന്നെ അങ്ങനെ ഉപ്പിലിട്ട് കണ്ട് നല്ല പച്ചവെള്ളത്തേക്ക് കുറച്ച് സുറുക്കൊഴിച്ചിട്ട് ഉപ്പും മുളകും ഇട്ട് ഉപ്പൊക്കെ നല്ലോണം കണ്ടിടുക. സുറുക്കി പിന്നെ നനഞ്ഞ സ്പൂണും അതും ഇതൊന്നും ഉണ്ടായിരുന്ന എത്രയായാലും കുറേ കാലം നിൽക്കും. സുറുക്കയാണ് ഈ വെള്ളത്തേക്ക് ഒഴിച്ച് കൊടുത്തത്. ഇനി മാങ്ങൻ്റെ കഷ്ണത്തിൻ്റെ ഒപ്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അല്ല നമ്മളെ മരത്തിൽ നിന്ന് പറിച്ച കാന്താരി മുളകും നല്ല മുളകൊക്കെ ഉണ്ട്. ഒക്കെ നമ്മളെ മുളകാണ്. മാങ്ങ കഴിയുമ്പം അതൊടുക്കും തിന്നൽ കഴിച്ച ഉപ്പ് നല്ലോണം കണ്ടിടണം കേട്ടോ. സുറുക്ക പിന്നെ അങ്ങനെ കുറച്ചൊക്കെ മാങ്ങയിൽ തന്നെ പുളി ഉണ്ടാവുമല്ലോ, വല്ലാതെ ഒഴിച്ച് കൊടുത്തിട്ടില്ല വെള്ളത്തേക്ക്. വെള്ളം അതിൻ്റെ കൂടെ ഒപ്പമല്ല ഞാൻ പൂക്കും. അതിൻ്റെ മീതെ കണ്ട് വെള്ളം വേണം. ഒരു മാങ്ങ കൂട്ടാൻ കൂടി ഉണ്ടാക്കട്ടെ കേട്ടോ. മാങ്ങ ചെറുതാക്കി തോലത്തി നുറുക്കിക്കാണ്ട് ഇതിലേക്ക് ഉപ്പും മുളകും ഇട്ടുകൊണ്ട് അടുപ്പത്ത് വെച്ചിട്ട് ഉലുവയും കടുകിട്ട് വറവിടുക. നല്ല രസമാണ്. ഞാൻ ആരും ഉണ്ടാക്കി വെക്കുന്നു. ഉലുവാപ്പൊടി ആയാലും മതി. മുളകും കടുകൊക്കെ ഇട്ട് വറവിട്ട ചോറ്റിക്ക് നല്ല രസം. ഒരു കല്യാണം ഉണ്ടായിന്, അതിന് പോയി ഞാൻ എടുത്ത വീഡിയോ ആണിത്. അങ്ങനത്തെ നല്ലോണം ഉണങ്ങി കിടക്കടാവും ഉണ്ടാക്കി വെച്ചാൽ മാങ്ങയൊക്കെ കഴിയുമ്പോൾ എപ്പോഴും മാങ്ങ കൂട്ടാനും കറിയിലിടാനും എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് ഇടയ്ക്ക് എന്തെങ്കിലും നല്ല വെയിലുണ്ടാകുമ്പോൾ വെയിലത്ത് കെട്ടിട്ടാൽ മതി. എൻ്റെ പിന്നിലാക്കി വെക്കാം.